വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ കോലം കണ്ട് നിങ്ങൾ നോക്കണ്ട, കുറച്ച് മെസ്സായിരിക്കും. കാരണം ഇതിനു മുമ്പ് ഞാനൊരു വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചാലഞ്ച് ഞാനും അമ്മയും എൻ്റെ ചേച്ചിയൊക്കെ ആയിട്ടുള്ള, അത് കാണാത്തവർ അതൊന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഓക്കെ, ആ ചാലഞ്ച് കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടെ ഇപ്പോൾ പുറത്ത് പോകാനൊരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി പെട്ടെന്ന് റെഡി ആയതാണ്. അപ്പോൾ ആ വ്ളോഗിങ് കഴിഞ്ഞിട്ടാണല്ലോ പെട്ടെന്ന് ഇതെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെള്ളത്തിൽ മുക്കി മൂക്കിലൊരു ചെറിയൊരു ഇറിറ്റേഷൻ, അതുകൊണ്ടാണ്. ഓക്കെ, അതെല്ലാം വിട്ടേരെ. ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? സെപ്റ്റംബർ 20 എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഓൺ ആയതുകൊണ്ട് ഒരു 3 days എൻ്റെ ചേച്ചി ഫാമിലിയായിട്ടും എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അമ്മയുടെ ബർത്ത്ഡേക്ക് അന്ന് അവർ കാണുമോ ഇല്ലയോ എന്ന് സംശയമാണ്, കാണാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അമ്മയ്ക്ക് സർപ്രൈസായിട്ട് ഞങ്ങൾ ഇന്നൊരു കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് അറിയില്ല, കാരണം ബർത്ത്ഡേക്ക് അന്നാകുമ്പോൾ അമ്മയ്ക്ക് എന്തായാലും അറിയാം, എല്ലാ വർഷം കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്, ഈ വർഷം ഞങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമെന്ന് അറിയാം. പക്ഷെ ഇത്രയും നേരത്തെ പ്ലാൻ ചെയ്യുമെന്ന് അമ്മയ്ക്ക് അറിയില്ല. അമ്മയ്ക്ക് അത് സർപ്രൈസ് തന്നെ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പം എൻ്റെ അമ്മയും ചേച്ചിയും ഹസ്ബൻഡും പിള്ളേരൊക്കെ നമുക്ക് പ്ലാൻ എന്ന് പറഞ്ഞാൽ ക്യൂൻസ് വോക്ക് ഇല്ലേ, അവിടെ എവിടെയെങ്കിലും പോയിട്ട് ചെയ്യാം എന്നായിരുന്നു. ആദ്യത്തെ പ്ലാൻ നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുക, അവിടെ കേക്ക് കട്ട് ചെയ്യാമെന്നായിരുന്നു. പക്ഷെ നമ്മൾ ഇന്ന് അതങ്ങ് പിന്നെ അങ്ങ് ഡ്രോപ്പ് ചെയ്തു. അത് നമ്മൾ മിക്കപ്പോഴൊക്കെ ചെയ്യാറുള്ളതുകൊണ്ട് അത് വല്ല സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് പിള്ളേർക്ക് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു വൈബിങ് ആവും, കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ ആലോചിച്ച് എന്നാൽ പിന്നെ നമുക്ക് ഇന്ന് ക്യൂൻസ് വോക്കിൽ പോവാം, എന്നിട്ട് കേക്ക് കട്ട് ചെയ്യാം, എന്നിട്ട് ചർച്ചിലൊക്കെ ഒന്ന് പോകണം. അപ്പോൾ അവിടെ ആയിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ. അപ്പോൾ ഇനി ഞാൻ അങ്ങോട്ട് ഇറങ്ങിയാണ്. നിങ്ങൾ പോയിക്കോ, ഞാൻ പുറയിൽ വരാം എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പോയിട്ട് കേക്ക് കളക്ട് ചെയ്യണം. കേക്ക് കളക്ട് ചെയ്തിട്ട് സർപ്രൈസായിട്ട് കേക്ക് കൊണ്ടുപോയി കട്ട് ചെയ്യണമെന്നാണ്. പക്ഷേ എന്താണ് റിയാക്ഷൻ എന്ന് അറിയില്ല. ചിലപ്പം അമ്മയ്ക്ക് അറിയാമായിരിക്കും, പക്ഷെ ഇതുവരെ അമ്മയ്ക്ക് യാതൊരു ഇതും കിട്ടിയിട്ടില്ല. അതേ രീതിയിലാണ് ഞാൻ ചേച്ചി അഭിനയിച്ച് തകർത്തത്. എൻ്റെ അടുത്ത് പറഞ്ഞു ഈ വർഷം അമ്മയുടെ ബർത്ത്ഡേക്ക് എല്ലാവരും കാണുമെന്ന് ചോദിച്ചു. പക്ഷേ നമുക്ക് ഈ വർഷം ബർത്ത്ഡേക്ക് തിരക്കാവുന്ന രീതിയിൽ ഞങ്ങൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും കാണും, പക്ഷേ ചേച്ചി കാണുമെന്ന് അറിയില്ല. കാരണം ചേച്ചി ടീച്ചറാണ്, ആൾക്ക് സ്കൂള് റീ ഓപ്പൺ ആണ് ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരിക്ക് പോയേ പറ്റത്തുള്ളൂ, അതാണ്. അപ്പോൾ എന്തായാലും മുന്നോട്ടുള്ള സംഭവങ്ങൾ എന്താണെന്ന് നമുക്ക് ഒരുമിച്ച് കണ്ടറിയാം. അതേപോലെ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കാണാം. നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടോ. ഞാൻ അവരെ വിളിച്ചിട്ടില്ല, നമുക്ക് വിളിച്ചു നോക്കാം എവിടെയാണ്. ഞാൻ വരുന്ന വഴിക്ക് കേക്ക് ഹട്ടിൽ നിന്ന് ഞാൻ കേക്ക് വാങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇവരുടെ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടുന്ന് കേക്ക് വാങ്ങിയിട്ടുണ്ട്. എന്തായാലും അമ്മ സർപ്രൈസ് ആവില്ലയോ നോക്കാം. ഞാൻ എന്തായാലും ഒന്ന് ചേച്ചി ഒന്ന് വിളിച്ച് നോക്കട്ടെ എവിടെ എത്തിയെന്ന് നോക്കാം. സ്പീക്ക്, കോള് കട്ടായി പോന്ന്. നോക്കട്ടെ കിട്ടുമെന്നറിയില്ല. ഹലോ, എവിടെ ഉണ്ട്? ഞങ്ങളെ ഇവിടെ പ്രസന്ന വിഹാറോ അതിന്റെ ഫ്രണ്ടിലായി. നീ അയച്ച ലൊക്കേഷൻ എനിക്ക് പറ്റുന്നില്ല, ഒന്നും കൂടെ ഒന്ന് അയക്കോ? ഓക്കെ, ഞാൻ ലൊക്കേഷൻ അയച്ചുതരാം. ശരി. ഇപ്പൊ എത്തുവോ? ഇറങ്ങിയോ നിങ്ങൾ അവിടുന്ന്? എവിടുന്ന് ഇറങ്ങിയെന്ന്? ഉർവശിന്ന്. ഉർവശിയിലൊന്നും കേറിയില്ല. ആണോ? ബ്ലോക്കിൽ പെട്ട് നിൽക്കുക നീ. ബ്ലോക്കിൽ പെട്ട് എവിടെ? പ്രസന്ന വിഹാർ. നീ ഒന്നും കൂടെ അയച്ചേ. ഓക്കെ, ഞാൻ ഇപ്പൊ അയച്ചുതരാം. ഓക്കെ. അപ്പോൾ ഗൈസ്, എന്തായാലും ഞാൻ ചേച്ചിക്ക് ഒന്നുകൂടെ ലൊക്കേഷൻ അയച്ചു കൊടുക്കട്ടെ. ഞാൻ വീഡിയോ എടുക്കുന്ന ഫോണിൽ ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ അവർ വന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോസ് ആണ്. എനിക്ക് ഭയങ്കര ഷൈ ആയിട്ട് ഇത്രയും ക്രൗഡിൻ്റെ ഇടയിൽ ഇങ്ങനെ സംസാരിക്കാൻ. ഓക്കെ, നോക്കാം. ഓക്കെ, എന്തുവാ മിണ്ടല്ലേ? 1 2 3 go. Happy birthday to you. Happy birthday to you. Happy birthday dear Amma. Happy birthday to you. Actually, this is a special surprise from our part to our dearest mom. And she wasn't expecting this. മലയാളം മതി. നേരത്തെ പറഞ്ഞല്ല, ഇംഗ്ലീഷ് പറഞ്ഞ് ഇപ്പോഴൊക്കെ നിൽക്കത്തില്ല, അങ്ങ് പോയിക്കോളൂ. ഞാൻ പറ രണ്ട് വാക്ക് പറയൂ.
എന്താണ് ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? പറയൂ. എന്താ പറയാനാ, എനിക്ക് ഷോക്കായി പോയി. ഇന്ന് ഞാൻ വിചാരിച്ചില്ല. സത്യം പറഞ്ഞാൽ അമ്മയുടെ ബർത്ത്ഡേ ഇനി 2 ദിവസം കഴിഞ്ഞിട്ടാണ്. പക്ഷെ ചേച്ചി ഒന്നും കാണാത്തത് കൊണ്ട് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തു. പക്ഷെ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ബർത്ത്ഡേക്ക് മുമ്പ് ഇങ്ങനൊരു പ്ലാൻ തരുമെന്നും. അതെ, ഇന്നലെയൊക്കെ ഭയങ്കര വിഷമമായിരുന്നു രാത്രി കിടക്കുമ്പോൾ. എൻ്റെ ബർത്ത്ഡേ വരെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി കാണത്തില്ല, ആക്ക് പോകണ്ടേ, എനിക്കന്ന് വർക്ക് ഉണ്ട്, എനിക്കന്ന് ഫ്രീ ആവാൻ പറ്റത്തില്ല. അപ്പം ചെറിയ വിഷമമൊക്കെ കഴിച്ചിരിക്കുക. ഞങ്ങളിത് എന്നേ പ്ലാൻ ചെയ്തതാണെന്നറിയാമോ? അപ്പോൾ എന്തായാലും നമുക്കിനി കേക്ക് കട്ട് ചെയ്യാം. ഓക്കെ. അമ്മയുടെ കേക്ക് കട്ട് ചെയ്തു. അമ്മയുടെ ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷെ അമ്മ എന്താണ് ഷോക്ക്ഡായിട്ടേക്ക് അമ്മയുടെ എന്ത് കിളി പോയി എന്നാണ് പറയാം, അതേ രീതി ഇരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഏറ്റവും രസം എന്താണെന്നറിയാം, ദേ അങ്ങോട്ട് നോക്ക്, ഇവിടെ 6 ബർത്ത്ഡേയാ, 6 ഫോട്ടോസ് എടുക്കാനാണ് വന്നേ. സത്യത്തിൽ 6 ഇവിടെ ബർത്ത്ഡേ, അതിന് 6 ഇവിടെ ഫോട്ടോഷൂട്ട്. എന്നിട്ട് ഇതാണ് ഗൈസ് ഇവിടെ നടക്കുന്നത്. എന്തുവാണെന്നറിയത്തില്ല. പക്ഷെ എന്തായാലും ഇന്നത്തെ ദിവസം ഇതൊക്കെയാണ്. ഇനി നമുക്ക് ചർച്ചിലോട്ടൊന്ന് പോകണം, വല്ലാർപാടം പള്ളിയിലോട്ടൊന്ന് പോകണം. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ബാക്കി വിശേഷം കാണാം കേട്ടോ. ഇവിടെ ഫോട്ടോഷൂട്ട് അടക്കട്ടെ, അമ്മയുടെ കുറച്ച് സ്റ്റിൽസും കൂടെ എടുത്തെടുക്കട്ടെ. ഓക്കെ, വാ. അമ്മയ്ക്ക് എന്താ പറയാനുള്ള ഈ ഒരു ദിവസം? കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ചുള്ള അമ്മയുടെ ഒരു ബർത്ത്ഡേ. ഭയങ്കര സന്തോഷമായി, ഭയങ്കര സന്തോഷം. അതിനിടെ കിളിയൊക്കെ പറഞ്ഞു. ഇത്രയും വലിയ സർപ്രൈസ് കൊടുക്കുമെന്ന് എന്നോടൊന്നും പറഞ്ഞില്ല. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സർപ്രൈസ് ആവുന്നത്? അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് സോന ഡാൻസ് ചെയ്യും. ഓ ആ ഡാൻസ് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് സോനിൻ്റെ വക. യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഇനിയിപ്പോ ഇടാനൊക്കെ പറയാം. അവിടെ ഒരു പേരൊക്കെ കൂടെ ഉണ്ട്. ചേട്ടാ പ്രോയാണല്ലോ. അമ്മ എന്താ പറ്റിയെന്നോ, അമ്മ മേടിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. സാധാരണ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങി തരത്തില്ല. എന്താ പറ്റി, പുള്ളിക്കാർക്ക് റിലേ വന്നില്ലെന്ന് തോന്നുന്നു. അപ്പൊ ഗൈസ് ഇനി എന്താ, ഇവിടെ തന്നെ ഇരിക്കാണോ, നടക്കാന്നോ? നമുക്ക് ചർച്ച പോണ്ടേ? കൂട്ടരെ ഇപ്പൊ ചർച്ച അടച്ചു കാണും. എന്നാലും ചുമ്മാ പുറത്തു വിട്ടു. വല്ലാർപ്പാടം ഇവിടെ അടുത്താ, അടച്ചു കാണും. നടക്കണേ നമുക്ക് ഇങ്ങനെ നടക്കാം അല്ലേ? പക്ഷെ ഇവിടത്തേക്കുള്ള വൈബിങ്ങാ മറ്റേ ക്യൂൻസ് വോക്കിൽ നടക്കാൻ. പക്ഷെ വണ്ടി എടുത്തോണ്ട് പോകേണ്ടി വരും. കുറച്ചേ ഉള്ളൂ. എന്താണ് ക്യൂൻസ് വോക്കിലോട്ട് പോകാന്നോ? പള്ളി അടച്ചു കാണുവാണോ? ഗൈസ് ഈ പുള്ളിയാണ് കഴിഞ്ഞ വ്ളോഗിൽ എനിക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി തന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞത്. പക്ഷേ കൊള്ളാം, അടിപൊളിയായിരുന്നു. നിങ്ങൾ എന്തായാലും ഗൈസ് ആ വ്ളോഗ് എന്തായാലും കാണണം. കാരണം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഫാമിലിയുടെ കൂടെ ഒരുമിച്ച് ചെയ്തിട്ട് ഞങ്ങളൊരു വ്ളോഗിങ് ചെയ്യുന്നത്.
ഇനി വേറൊരു സർപ്രൈസും കൂടി ഉണ്ട്. കേക്ക് കട്ടിങ്ങിലൂടെ അവസാനിക്കുന്നില്ല. ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. ഓക്കെ ഓക്കെ ബൈ. നമുക്ക് സ്ലോ മോഷനിൽ നടക്കാം. അമ്മ കറങ്ങാം. ഞാൻ 1 2 3 4 അങ്ങനെ കറങ്ങണം. 1 2 3 4 കറങ്ങല്ല. ഇത് കറങ്ങി കറങ്ങി ഇതേ പൈയോടൊക്കെ പോയി ഇടിക്കും. അങ്ങനല്ല, പിടി. 1 2 3 4 കറങ്ങ. അപ്പോ ഗൈസ്, ബർത്ത്ഡേ ഗേള് ഫ്രോക്കൊക്കെ ഇട്ട് ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു ബർത്ത്ഡേ ആന്ന് ഞാൻ പറഞ്ഞല്ലോ സർപ്രൈസ് ആണെന്ന് അറിയത്തില്ല. പക്ഷെ എന്നാലും ചോദിച്ചു സാരി ഇടണോ. അപ്പം ഞങ്ങൾ പറഞ്ഞു വേണ്ട, ഇത് മതി. എല്ലാ ബർത്ത്ഡേക്ക് സാരിയും ചുരിദാറൊക്കെ ഇടുന്നു. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേക്ക് അമ്മയ്ക്ക് വെറൈറ്റി ഫ്രോക്കൊക്കെ ഇട്ടിട്ട് ഗുണ്ടുമണി യുറേക്കാ. ഗൈസ് ബൈ. ഞങ്ങൾ എന്തായാലും ഇനി ക്യാമറയൊക്കെ ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ ഫാമിലി ടൈം ഒന്ന് ചില്ല് ചെയ്യട്ടെ. ഓക്കെ ബൈ. The next day. ഹലോ ഗൈസ്, ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ സർപ്രൈസ്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആക്ച്വലി നാളെയാണ് അമ്മയുടെ റിയൽ ആയിട്ടുള്ള ബർത്ത്ഡേ, സെപ്റ്റംബർ 20. ഇന്ന് 19 ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മ നാളെ ഇവിടെ കാണുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇല്ല, നാളെ രാവിലെ എൻ്റെ ചേച്ചിയും എല്ലാവരും റിട്ടേൺ പോവുകയാണ് ട്രിവാൻഡ്രം. അപ്പോൾ അതുവഴി അമ്മ വീട്ടിൽ ഇറങ്ങാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അമ്മയും നാളെ തിരികെ പോവുക. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ചാലഞ്ച് നാളത്തേക്കാണ് വെച്ചിരുന്നത്. ഈ ഒരു ഗെയിം നാളത്തേക്കാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോഴും അമ്മയ്ക്ക് അറിയത്തില്ല എന്താ ഗെയിമെന്ന്. അപ്പം ഞാൻ ഗെയിം എന്താണെന്ന് പറയട്ടെ. ആക്ച്വലി ഞാൻ നാളത്തേക്കാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ നാളെ അമ്മയില്ല. നാളെ രാവിലെ പോകുന്നത് കൊണ്ട് സമയം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഈ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഈ ഹോളിനകത്ത്, വേറെ റൂംസോ അടുക്കളയോ ഒന്നുമില്ല, ഈ ഹോളിനകത്ത്, അതായത് ആ വിൻഡോ തൊട്ട് ഈ ഡോറ് വരെ, ഇവിടെ അമ്മയ്ക്ക് ഞാനൊരു ബർത്ത്ഡേ സർപ്രൈസ് വെച്ചിട്ടുണ്ട്. അമ്മ അത് കണ്ടുപിടിക്കണം. അത് അമ്മ കണ്ടുപിടിക്കണം. ഇതാണ് നമുക്ക് ടാസ്ക്. അടുത്തെത്തുമ്പോഴത്തേക്ക് ഞാൻ ചൂടെന്ന് പറയും. ദൂരെ ആണെങ്കിൽ ഞാൻ ഒന്നും മിണ്ടത്തില്ല. അടുത്തെത്തുമ്പോൾ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തെത്തി. ഓക്കെ, അതിൻ്റെ അടുത്തെത്തി. ആ സാധനം അല്ല ഇല്ലെന്നല്ല, ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ആ സാധനത്തിന് അടുത്തെത്തി. പക്ഷെ അമ്മ കണ്ടുപിടിക്കണം എവിടാന്ന് പറയത്തില്ല. ഇപ്പോൾ ദൂരെ ആണെങ്കിൽ ഞാൻ ഒന്നും മിണ്ടത്തില്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ, പോയിക്കോ. എവിടെ നിന്ന് വേണമെങ്കിലും തുടങ്ങാം. എൻ്റെ മിൻറ്റ്, എൻ്റെ ചൂയിങ് കമ്പർ അതൊക്കെ സെർച്ച് ചെയ്യുന്നു ഗൈസ്.
സത്യം പറയും ഇവിടെ അമ്മ ചേച്ചിയുടെ പിള്ളേരുണ്ട്, അവരുടെ അടുത്ത് പോലും ഞാൻ കാണിച്ചില്ല. അവരെ ഞാൻ റൂമിൽ ലോക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ സർപ്രൈസ് വെച്ചത്. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ ഹിൻഡ് കൊടുക്കും, അവിടെ ഉണ്ട് അമ്മ അവിടെ ഉണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. എക്സാക്ട്ലി ചൂട്. അമ്മ എന്തിനാ ഇത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച? അമ്മയ്ക്ക് ആ ഡൈനിങ് ടേബിളിലൊക്കെ പോയി കൂടായിരുന്നോ? ഇനി എവിടെ ഒന്ന് തുറക്കാം, എവിടെ വെച്ചല്ല ലൈറ്റിങ് എവിടെയാ? ഇവിടെയാണോ? ഞാൻ വിചാരിച്ച അമ്മ അവിടെ കൊച്ചിലെ കളിച്ചുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് പിടിക്കാം. ഓ എന്നാ ഇവിടെ എവിടെ ഇവിടെ ഇരുന്ന് തുറക്കാം അല്ലേ? ഇവിടെ ഇരിക്കാമ്മ. പിന്നെ ഇത് പ്ലാൻ ചെയ്ത ഗെയിമില്ല വീണ്ടും കളിക്കാൻ. ഞാൻ വിചാരിച്ച എങ്ങനെ കുറെ സമയം ഓടുമെന്ന്. ഗൈസ് ഞാൻ പറയാം എന്താ ഗിഫ്റ്റ് എന്ന് ഞാൻ പറയാം. ഓപ്പൺ ചെയ്. തിരിച്ച് ഗിഫ്റ്റ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം അവരെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇനി തുറന്നു. എന്തായിരിക്കും എന്നാ ഗസ് ചെയ്യുന്നേ? ഗസ് ചെയ്, എന്തായിരിക്കും? ഈ ഹാർട്ട് ബീറ്റ് ഒക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ. കഴിഞ്ഞ പ്രാവശ്യം ഗിഫ്റ്റ് എനിക്ക് പാസരം തന്നു. കഴിഞ്ഞ വർഷം ഞാനൊരു ഗോൾഡ് ഒരു ചെയിൻ കൊടുത്തിട്ട് ആംഗ്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കൊലുസ് ഉണ്ട്. പക്ഷെ അന്ന് വ്ളോഗിങ് ഇല്ല, അതുകൊണ്ട് പറയാൻ പറ്റില്ല. ഓക്കെ, ഇത് എന്താന്ന് ഗസ് ചെയ്. ഇത്രയും അമ്മയ്ക്ക് ഗസ് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? ഒരു ഗോൾഡ് ആയിരുന്നു. ഗോൾഡോ? അത് കഴിഞ്ഞ വർഷം ഗോൾഡ് കൊടുത്തോണ്ട് ഈ വർഷം എക്സ്പെക്ട് ചെയ്ത അല്ല. അല്ല എന്നാലും പറ ക്ലൂ. ഓക്കെ, ഞാൻ പറയാം. 1 ബ്രേസ്ലെറ്റ്, 2 വാച്ച്, 3 കമ്മല്. അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ ഈ ബ്രാൻഡ് കറക്റ്റ് ഏതാണെന്ന് ആൾക്ക് മനസ്സിലായിട്ടില്ല, അതാണ് സത്യം. അല്ലെന്നുണ്ടെങ്കിൽ ആൾ ഗസ് ചെയ്തത്. നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇത് കഴിഞ്ഞിട്ട് അമ്മ ഇന്നത് സെലക്ട് ചെയ്യുമോ, അത് ശരിയാണോ എന്ന് നിങ്ങൾ തിങ്ക് ചെയ്യും. പക്ഷെ അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, അതാണ് സത്യം. അതുകൊണ്ട് പുള്ളിക്കാരി ഗസ് ചെയ്യാനൊരു കൺഫ്യൂഷൻ. എന്തായാലും പറ. കമ്മലായിരിക്കും. എന്നാ തുറക്ക. ചെയ്തോ. വാച്ചാണ് ഗൈസ്. ഞാൻ മൈക്കൽ കോഴ്സിന്റെ വാച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. വാങ്ങിയിട്ട് കുറച്ച് നാളായി. ബർത്ത്ഡേ ആകുമ്പോൾ കൊടുക്കാന്ന് വിചാരിച്ച് വച്ചിരുന്നതാ. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? അമ്മ ഇത്രയും അപ്പൊ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ നാളെ പോവാ. ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. ഇന്നലെ തന്നെ സർപ്രൈസ് കൊടുത്ത വലിയൊരു കാര്യമായി പോയി. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കും. ഞാൻ ഈ റൂം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഡൈനിങ് ടേബിളിന്റെ ഏരിയയിലൊക്കെ പോയിട്ടൊക്കെ വരുന്നു. ഇത് പെട്ടെന്ന് അവിടെ പോയി. ഞാൻ വിചാരിച്ചത് പൊക്കി നോക്കുന്നത് പോടുന്നു. ഇത്രയും വേറെ എവിടെയെങ്കിലൊക്കെ ഒളിപ്പിച്ച് വെച്ചാൽ മതിയായിരുന്നു. സർപ്രൈസ് കൊടുക്കുവാ ഇതെല്ലാം. അതാണ് കഴിഞ്ഞു. ഇതാണ് ലാസ്റ്റ് സർപ്രൈസ്. അപ്പോൾ അമ്മയ്ക്ക് ഞാൻ വാച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതോടെ അമ്മയുടെ ബർത്ത്ഡേ പരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ രാവിലെ അമ്മ പോവും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ലവ് യു ഓൾ. ബൈ.